പരിശുദ്ധ പുണ്യപിതാവേ, മലങ്കര മക്കൾ തൻ കാവൽ പിതാവേ, പട്ടത്ത് പള്ളി കൊള്ളും പുണ്യവാനേ, അണയുന്നു ഞങ്ങൾ നിൻ തിരുസവിധേ. നിന്നനുഗ്രഹമീ ദാസരിൽ ചൊരിഞ്ഞിടേണമേ, നിന്നനുഗ്രഹമീ ദാസരിൽ ചൊരിഞ്ഞിടേണമേ. ഭാരതമഖിലം വചനം നൽകാൻ സർവവും പരിത്യജിച്ച വന്യഗുരുവേ, പട്ടത്ത് പള്ളി കൊള്ളും പുണ്യവാനേ, അണയുന്നു ഞങ്ങൾ നിൻ തിരുസവിധേ. ഗുഡ്ഗാവ് ഭദ്രാസനത്തിൽ നിന്നും പൂന കട്കി ഭദ്രാസനത്തിൽ നിന്നും ആരംഭിച്ച പദയാത്ര വിവിധ സ്ഥലങ്ങളിൽ റാന്നി പെരുന്നാട്ടിൽ നിന്നുള്ള പ്രധാന പദയാത്രയുമായി സംഗമിച്ച് ഇതോടൊപ്പം മാർ ഇവാനിയോസ് പിതാവിൻ്റെ ജന്മഗൃഹം സ്ഥിതി ചെയ്യുന്ന പുതിയകാവിൽ നിന്ന് മാവേലിക്ക ഭദ്രാസനത്തിന് നേതൃത്വത്തിൽ ആരംഭിച്ച പദയാത്രയും, മാർത്താണ്ഡത്ത് നിന്ന് ആരംഭിക്കുന്ന പദയാത്രയും, പാറശാല ഭദ്രാസനത്തിൽ നിന്ന് ആരംഭിക്കുന്ന പദയാത്രയും, ഗൾഫ് മേഖലയിൽ നിന്നുള്ള പദയാത്രയും പട്ടം സെന്റ് മേരീസ് കത്തീഡ്രൽ ദേവാലയത്തിൽ ധന്യൻ മാർ ഇവാനിയോസ് പിതാവിൻ്റെ കബറിടത്തിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കബറിങ്കിൽ പ്രവേശിച്ച് വന്യപിതാവിൻ്റെ അനുഗ്രഹം സ്വീകരിച്ച് കബറിന് പുറത്തേക്ക് ഇറങ്ങുന്നു. അണയുന്നു ഞങ്ങൾ നിൻ തിരുസവിധേ. ഇന്നേക്കെഴുപത് വർഷം മുൻപ് സത്യം കണ്ട പ്രവാചകനെ, സഭയുടെ തലവൻ പത്രോസിന്റെ കാൽപ്പാടു പിഞ്ചെന്ന പുണ്യതാത, ദാരിദ്ര്യം ജീവിത നന്മയാക്കി ദാരിദ്ര്യം പുൽകിയ താപസനെ, നിത്യഗുരുവാ യേശുവിന്റെ പാദ പിഞ്ചെന്ന വന്യനാം ശ്രേഷ്ഠ പിതാവേ, നിത്യഗുരുവാ യേശുവിന്റെ പാദ പിഞ്ചെന്ന വന്യനാം ശ്രേഷ്ഠ പിതാവേ. നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും സ്തുതിയും സ്തോത്രവും പ്രഭയും പുകഴ്ചയും അനശ്വരമായ കീർത്തിയും എല്ലാ നേരത്തും ഇടവിടാതെ കരേറ്റുവാൻ അടിയങ്ങൾ യോഗ്യരായി തീരണമേ. മാർ ഇവാനിയോസ് മെത്രാപ്പോലീത്തായുടെ ദീപ്ത സ്മരണകളെ ജ്വലിപ്പിക്കുന്ന മെഴുകുതിരി വഹിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനാ പ്രദക്ഷിണത്തിന് ആരംഭം കുറിക്കുന്നു. ധാരാളം ആളുകൾ ഈ പ്രദക്ഷിണത്തിൽ പങ്കെടുക്കുവാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അതുകൊണ്ട് ദയവായി ശ്രദ്ധിക്കുക. ഈ പ്രദക്ഷിണം ആരംഭിക്കുന്നത് ജോൺ പോൾ പാപ്പ ഗേറ്റിൽ നിന്നാണ്. ആ ഗേറ്റ് മുതൽ കത്തീഡ്രലിൻ്റെ പ്രധാന വാതിൽ വരെ നിൽക്കുന്ന എല്ലാ വിശ്വാസികളും ഇരുവശങ്ങളിലേക്ക് മാറേണ്ടതാണ്, പുറകോട്ട് മാറേണ്ടതാണ്. അഭിമന്യ പിതാക്കന്മാർക്ക് കടന്നു വരേണ്ടതായിട്ടുണ്ട്. ബഹുമാനപ്പെട്ട വൈദികര് മുൻനിരയിലേക്ക് കടന്നു വരേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ഈ വഴി അടഞ്ഞു നിൽക്കുന്ന എല്ലാ സ്നേഹമുള്ള വിശ്വാസികളും പിന്നിലേക്ക് മാറുക. രണ്ട് വശങ്ങളിലായിട്ട് മെഴുകുതിരി കൊടുക്കാനുണ്ട്. അത് തടസ്സപ്പെടുത്തി നിൽക്കരുത്. നിങ്ങൾ ദയവായിട്ട് ഈ സൈഡിൽ നിന്ന് മാറുക. അശാന്തിയുടെ കാർമേഘങ്ങൾ ഉരുണ്ടുകൂടിയ മലങ്കരയിൽ ശാന്തിയുടെ നീലിമ പരത്തി സമാധാനത്തിന്റെ പുതിയ വെളിച്ചവുമായി കടന്നുവന്ന ഈ താപസവര്യൻ 1930 ഓഗസ്റ്റ് 20 റാന്നി പെരുന്നാട്ടിലെ കുരിശുമലയിൽ നിന്ന് തീർത്ഥാടനം ആരംഭിച്ചു. സെപ്റ്റംബർ 20 പുനരയിക്കുമെന്ന ചിരകാലാഭിലാഷം സാക്ഷാത്കരിച്ചു. 23 വർഷത്തെ സഭാഭരണത്തിന് ശേഷം 1953 ജൂലൈ 15 ആ കർമ്മയോഗി കാലം ചെയ്തു. പ്രാർത്ഥനയും പരിത്യാഗ പ്രവൃത്തികളും വഴി ജീവിതം ധന്യമാക്കിയ ആ കർമ്മയോഗിയുടെ സവിധത്തിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം.
പുണ്യവാനായ പിതാവിൻ്റെ മാധ്യസ്ഥം യാചിച്ച് കടന്നുവരുന്ന അനേകായിരങ്ങളോടൊത്ത് പ്രാർത്ഥനാപൂക്കളുമായി നമുക്കും ഒന്നുചേരാം. അഖില ലോകപാലക നിഖില ലോകരക്ഷക അഗമതിൽ വിമോചക മേഘവാഹന പ്രഭു അനർഘതേജധാരിയേ ആദി അന്തർഹിതനെ ക്രിസ്തുദേവ പാഹി മാം തൃത്വമേ നമോസ്തുതേ. ഉദയ സൂര്യബിംബവും ഉഷസുമന്തി മേഘവും രജനി ചന്ദ്രതാരവും വിഹഗ പുഷ്പവൃന്ദവും. വന്യാപിതാവിൻ്റെ മധ്യസ്ഥത തേടി നമ്മൾ പ്രാർത്ഥിക്കുവാൻ വന്നിരിക്കുന്നു. പിതാവ് നമ്മെ പഠിപ്പിച്ചത് സുവിശേഷത്തിൻ്റെ പ്രകാശം എല്ലായിടത്തും എത്തിക്കണം എന്നതാണ്. നമ്മുടെ കർത്താവ് അരുളി ചെയ്തു, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു, എന്നിൽ ചരിക്കുന്നവൻ അന്ധകാരത്തിൽ വ്യാപരിക്കുന്നില്ല. കർത്താവ് നമ്മോട് പറഞ്ഞു, നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണ്. മാർ ഇവാനിയോസ് പിതാവിൻ്റെ ഖബറുമായി ബന്ധപ്പെട്ട് എന്ത് നേർച്ചയാണ് ക്രമീകരിക്കേണ്ടതെന്ന് പ്രാർത്ഥനാപൂർവം ആലോചിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ലഭിച്ച ഉത്തരമാണ്, പ്രകാശം ലോകത്തിന് കർത്താവ് നൽകിയതിനെക്കുറിച്ച് പിതാവിനോട് ചേർന്ന് നിന്ന് നീ സമർപ്പണം നടത്തുക. നാം ഈ മെഴുകുതിരി ഉയർത്തുമ്പോൾ ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു എന്ന് കർത്താവ് അരുളി ചെയ്തത് നാം സുവിശേഷമായി ഓർക്കുന്നു. നാം ലോകത്തിൻ്റെ പ്രകാശമായി കർത്താവിനെ അനുകരിച്ച് ആയിത്തീരണമെന്നത് പാഠമായി ഹൃദയത്തിൽ നമ്മൾ സ്വീകരിക്കുന്നു. ഇത് വെറും യാന്ത്രികമായോ ബാഹ്യമായ ഒരു ചടങ്ങോ ആയിത്തീരാതെ ഹൃദയത്തിന് ശാന്തി തരുന്ന ദൈവം ഇടയാക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഈ അനുഗ്രഹീതമായ ശുശ്രൂഷയിൽ പുതുതായി ഇവിടെ ചേർന്നിരിക്കുന്നവർ ഒന്ന് മനസ്സിലാക്കുക, റാന്നി പെരുന്നാട്ടിൽ നിന്ന് കാലാവസ്ഥയുടെ എല്ലാ പ്രാതികൂല്യങ്ങളെയും കർത്താവിൻ്റെ സംരക്ഷണയ്ക്ക് മുമ്പിൽ സമർപ്പിച്ചുകൊണ്ടുവന്ന ആയിരക്കണക്കിന് പദയാത്രികരോടാണ് നിങ്ങൾ ഈ 1 മണിക്കൂർ സമയം ചേരുന്നതെന്ന് ഓർക്കുക. ഏത് കാലാവസ്ഥ വന്നാലും നമ്മൾ ഈ പ്രകാശവുമായി ഈ ദേവാലയത്തിന് ചുറ്റും പ്രദക്ഷിണം വെച്ച് ഖബറിൽ പ്രാർത്ഥിച്ചിരിക്കും. ഇത് പൂർണ്ണമായി സമർപ്പണത്തോടുകൂടി സ്വീകരിക്കാം. ഇപ്പോൾ മാർ ഇവാനിയോസ് പിതാവ് ദിവസവും ചൊല്ലിയിരുന്ന ഒരു പ്രാർത്ഥന, അത് ഇപ്പോൾ എല്ലാവരും ഏറ്റുചൊല്ലുക. ഏറ്റുചൊല്ലുന്നവരെല്ലാം മെഴുകുതിരിയുമായി ഈ പ്രദക്ഷിണത്തിൽ സംബന്ധിക്കുക. ഇവിടെ എല്ലാം ദൈവമഹത്വത്തിനായി നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവമേ, ഞങ്ങൾ നിന്റേതാകുന്നു. ദൈവമേ, നിനക്കായി ഞങ്ങൾ വേർതിരിക്കപ്പെട്ടിരിക്കുന്നു. നിന്റെ ഹിതം പോലെ ഉപയോഗിക്കുവാനായിട്ട് ഞങ്ങൾ നിനക്കായി പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു. സ്നേഹമേറിയ പിതാവേ, പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും നിന്നെ സ്നേഹിപ്പാൻ ഞങ്ങളെ അഭ്യസിപ്പിക്കണമേ. സ്വാർത്ഥപരമായ ചിന്തകൾ അശേഷം വെടിഞ്ഞ് ഞങ്ങളെ തന്നെ നിനക്ക് തരുവാൻ അഭ്യസിപ്പിക്കണമേ. നീ ആഗ്രഹിക്കുന്ന പ്രകാരം നിന്നെ സേവിപ്പാൻ ഞങ്ങളെ അഭ്യസിപ്പിക്കണമേ. എത്ര മുറിവുകളേറ്റാലും
എത്ര മുറിവുകളേറ്റാലും അവയെ കൂട്ടാക്കാതെ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുവാൻ ഞങ്ങളെ അഭ്യസിപ്പിക്കണമേ. എന്ത് ചെലവ് വരുമെന്ന് കണക്കാക്കി നോക്കാതെ നിനക്ക് തരുന്നതിന് ഞങ്ങളെ അഭ്യസിപ്പിക്കണമേ. നിന്റെ തിരുവിഷ്ടം ഞങ്ങൾ ചെയ്യുന്നു എന്നറിയുന്നത് തന്നെ ഞങ്ങൾക്ക് പ്രതിഫലമായിരിക്കട്ടെ. നിന്റെ അളവറ്റ സ്നേഹത്തിൽ നീ ഞങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ള ജീവിതം നയിച്ച് നിന്നെ സ്നേഹിപ്പാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങളെ സഹായിക്കണമേ. വിശ്വാസ ദീപവും വഹിച്ചുകൊണ്ടുള്ള ഈ മെഴുകുതിരി പ്രദക്ഷിണത്തിന് ആരംഭം കുറിക്കുമ്പോൾ ഓർക്കുക, പ്രാർത്ഥനാ ഗീതങ്ങൾ ആലപിച്ചുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. പ്രാർത്ഥനാ ഗീതം ആലപിക്കുന്നതിനിടയിൽ വാഴുക മാറിവാനിയോസ് എന്ന് പ്രാർത്ഥിക്കുമ്പോൾ എല്ലാവരും കൈകളിലിരിക്കുന്ന മെഴുകുതിരികൾ ഉയർത്തി ആ പ്രാർത്ഥനയിൽ പങ്കുചേരണമെന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. കൂട്ടമായിട്ട് വളരെ സാവധാനത്തിലാണ് ഈ മെഴുകുതിരി പ്രദക്ഷിണം മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് എല്ലാവരും, ഇവിടെ നിൽക്കുന്ന എല്ലാവരും മെഴുകുതിരികൾ കൈകളിൽ പിടിച്ചുകൊണ്ട് തന്നെ ഈ മെഴുകുതിരി പ്രദക്ഷിണത്തിൽ പങ്കെടുക്കണം. കാഴ്ചക്കാരായി ആരും നിൽക്കാൻ പാടില്ല എന്ന് സ്നേഹത്തോടുകൂടെ ഓർമ്മിപ്പിക്കുന്നു. കർത്താവേ അനുഗ്രഹിക്കണമേ. ധന്യൻ മാറിവാനിയോസ് പിതാവിനെ ഓർത്ത് മലങ്കര
ധന്യന്മാർ ഇവാനിയോസ് പിതാവിനെ ഓർത്ത് വാഴ്ക വാഴ്ക മാറിവാനിയോ വാഴ്ക വാഴ്ക ശാന്തി സമാധാനം ഞങ്ങൾക്കുണ്ടാകുവാൻ സ്വർഗ്ഗത്തിൽ എന്നെന്നും പ്രാർത്ഥിച്ചിടണമേ. വാഴ്ക വാഴ്ക മാറിവാനിയോ. മെഴുകുതിരി കൈകളിലില്ലാതെ കാഴ്ചക്കാരായി നിൽക്കുന്നവര്, നിങ്ങൾ ഈ മെഴുകുതിരി പ്രദക്ഷിണത്തിന്റെ നേർച്ചയിൽ പങ്കെടുക്കുന്നവർക്ക് സൗകര്യപ്രദമായി കബറിനോട് ചേർന്ന് നിൽക്കുവാനുള്ള സൗകര്യമൊരുക്കുക. എല്ലാവർക്കും ഈ കബറിന്റെ അടുത്തേക്ക് കടന്നു വരാനുള്ള സൗകര്യം ഒരുക്കുക. ദയവായിട്ട് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു, ഇവിടെ ഇത് കാണുവാനായി വന്ന് നിൽക്കുന്നവര് പിന്നോട്ട് മാറുക. ഈ നേർച്ച പ്രദക്ഷിണത്തിൽ പങ്കെടുക്കുന്നവർക്ക് പ്രാർത്ഥനയോടുകൂടെ ഈ കബറിടത്തിലേക്ക് ചേർന്ന് നിൽക്കുവാൻ സൗകര്യമൊരുക്കുക. കടന്നു വരുന്നവര് കബറിനോട് ചേർന്ന് നിൽക്കുക. ബഹുമാനപ്പെട്ട വൈദികര് ദയവായിട്ട് കുറച്ചുകൂടി കബറിനോട് ചേർന്ന് നിൽക്കുക. എന്നാൽ മാത്രമേ ധാരാളം ആളുകൾ ഇനിയും ഇതിന്റെ ഉള്ളിലേക്ക് വരാനുണ്ട്. പരമാവധി അടുത്തു നിന്നാല് എല്ലാവർക്കും ദയവായിട്ട് മെഴുകുതിരി പ്രദക്ഷിണത്തിൽ പങ്കെടുക്കാത്തവര് അവിടെ നിന്ന് മാറി നിൽക്കുക. മെഴുകുതിരി കയ്യിലില്ലാത്തവര് മാറി നിൽക്കുക. മെഴുകുതിരി കയ്യിൽ പിടിച്ചുകൊണ്ട് ഈ നേർച്ചയിൽ പങ്കെടുക്കുന്നവർക്ക് സൗകര്യമൊരുക്കി കൊടുക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. ബലഹീനന്മാരുമായ ഞങ്ങളുടെ മേൽ അനുഗ്രഹവും കരുണയും ലോകങ്ങളിൽ ചെറിയപ്പെടുമാറാകണമേ. ചർത്തും നീതിയ നിന്നാചാര്യന്മാരും മഹിമയ നിന്നയവാൻ മാരും നിന്നഭിഷിക്ത മുഖം തിരുപ്പിക്കല്ലേ. നിന്ദാസൻ ദാവീദിനെയോർത്ത് നിയമത്തെയും ഞാനുപദേശിക്കും. സാക്ഷിതം പാലിക്കുമോ. മെൻമൂലം വാദാമൽ മൂലം പൊൽമീനാമേ. ശുചിയോടു ശുദ്ധ്യാബസ്കുദിശാം സ്പർശിച്ചുള്ള പാദങ്ങൾ പറുദീസിൻ വാതിൽ പൂകി വാനവരത്തു വസിക്കേണം. നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. സ്തുതിയും സ്തോത്രവും പ്രഭയും പുകഴ്ചയും അനശ്വരമായ കീർത്തിയും എല്ലാ നേരത്തും ഇടവിടാതെ കരേറ്റുവാൻ അടിയങ്ങൾ യോഗ്യരായി തീരണമേ. കരുണയോട് ഞങ്ങളുടെ പക്കലേക്ക് ഇറങ്ങി വന്ന് ബലഹീനരായി ഞങ്ങളെ ദയാപുരസരം തിരുസന്നിധിയിലേക്ക് ഉയർത്തിയ മഹോന്നതനും അദൃശ്യനുമായ ദൈവവും തൻ്റെ സേവനത്തിനെ ഞങ്ങളെ ശുദ്ധീകരിക്കുവാനായി ഞങ്ങൾക്ക് വേണ്ടി സ്വയം പ്രതിഷ്ഠിച്ചവനും വിശുദ്ധീകരണം നൽകുന്നവനും സ്തുതികളെ സദാംഗീകരിക്കുന്നവനുമായ കർത്താവിനെ സ്തുതി. തൻ്റെ പുരോഹിതന്മാരെ വിശുദ്ധ രഹസ്യങ്ങൾ അനുഷ്ഠിക്കുന്നതിനായി നിയോഗിക്കുകയും
തൻ്റെ മരണത്തിൻ്റെയും പുനരുത്ഥാനത്തിൻ്റെയും ഓർമ്മ സജീവമായി നിലനിർത്തുവാൻ അവരെ ഭരമേൽപ്പിക്കുകയും ചെയ്ത ഉത്തമനാഥനായ കർത്താവിനെ തൻ്റെ ദാസനും ഞങ്ങളുടെ വന്യപിതാവുമായ ധന്യന്മാർ യുവാനിയോസിൻ്റെ ഓർമ്മയാചരിക്കുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും കാലങ്ങളിലും നേരങ്ങളിലും സമയങ്ങളിലും ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. ബാറയ്ക്കുമോൾ കൃപാസമൃദ്ധിയുള്ളവനും അപരിമേനും അതിവിശുദ്ധനുമായ ദൈവമേ, നീ പ്രത്യേക വിധം കാരുണ്യവാനും നാഥോചിതമായും യഥാർത്ഥമായും നന്മയും സത്യവും ഉള്ളവനുമാകുന്നു. ധാരാളമായ ദിവ്യദാനങ്ങൾ കൊണ്ട് ഞങ്ങളുടെ വർഗത്തെ നീ ഐശ്വര്യപ്പെടുത്തി നിന്നെ ശുശ്രൂഷിച്ച് നിന്റെ താൽപര്യം കൊണ്ട് നിറയുവാൻ തക്കവണ്ണം പുണ്യവാന്മാരായ ശ്രേഷ്ഠാചാര്യന്മാരുടെയും ആചാര്യന്മാരുടെയും ഷമാശന്മാരുടെയും നിരകളാൽ നിന്റെ സഭയെ ശ്രേഷ്ഠയാക്കി. ദൈവമായ കർത്താവേ, നിന്റെ കരുണയാലും തിരുഹിതത്താലും അങ്ങയുടെ ദാസനും ഞങ്ങളുടെ ശ്രേഷ്ഠാചാര്യനുമായ ധന്യന്മാർ ഇവാനിയോസ് മെത്രാപ്പൊലീത്തായെ അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയല്ലോ. സത്യമായി അങ്ങയെ സേവിക്കുന്ന ഉത്തമ ശുശ്രൂഷകനായിരിക്കുന്നതിന് വേണ്ടി അവിടുത്തെ ഇഷ്ടം നിന്റെ ദാസനിൽ നീ പ്രവർത്തിച്ചുവല്ലോ. കർത്താവേ, നിന്നെ സമ്പാദിപ്പാനായി തന്നെ നഷ്ടപ്പെടുത്തുവാൻ നിന്റെ ദാസനെ നീ പഠിപ്പിച്ചുവല്ലോ. നിന്നെ പൂർണ്ണമായി സമ്പാദിപ്പാൻ തന്നെ ശൂന്യമാക്കുവാൻ നിന്റെ ദാസനെ നീ അഭ്യസിപ്പിച്ചുവല്ലോ. കർത്താവേ, ഇപ്പോൾ നിന്റെ ദയയോട് ഞങ്ങൾ അപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നിർമ്മലരും സത്യവിശ്വാസ സംരക്ഷകരുമായ മൽപ്പാന്മാരുടെ ഗണത്തിൽ എണ്ണപ്പെടുവാൻ നിന്റെ ദാസൻ ധന്യന്മാർ ഇവാനിയോസ് മെത്രാപ്പൊലീത്തായ സഭയിൽ വിശുദ്ധനായി നീ ഉയർത്തണമേ. നിന്റെ ദാസന്റെ സുഹൃത്ത് നടപടികൾ നിനക്ക് ഇമ്പമുള്ളതായിരുന്നതിനാൽ നിന്റെ ദാസനിലൂടെ നിന്റെ സഭയെ നീ മഹത്വപ്പെടുത്തണമേ. ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹ നിന്റെ ദാസരും ആചാര്യരുമായി ഞങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്ന എല്ലാ മേൽപ്പട്ടക്കാരെയും പട്ടക്കാരെയും ഷമാശന്മാരെയും സകല പരേതരെയും നിന്റെ സന്നിധിയിലേക്ക് നീ സ്വീകരിച്ചുകൊള്ളണമേ. നിന്റെ രാജ്യത്തിലെ വിശുദ്ധന്മാരുടെ ഒരുമിച്ച് ഞങ്ങൾ ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും പരിശുദ്ധ ത്രിത്വത്തിന് സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുമാറാകണമേ. ബാറയ്ക്കുമോർ ഹോശോ ബബുക്കുൽ സ്ബാൻ ലവൽ മീൻ. ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും ഇന്ന് വന്നേക്കും നാം പ്രാപിക്കുമാറാകട്ടെ. ദൈവം സൃഷ്ടിച്ചാദത്തെ സൃഷ്ടാവോടു തുല്യം സൃഷ്ടി ആയി മൺമയരുദ്യാനത്തിൽ തരുനിരയിൽ പോയി വന്നിടും അതു കാൺമാനുള്ള ആനന്ദം സൂക്ഷിച്ചും കൊണ്ടേ ശ്രീ
സ്വർഗീയോസ്വേമിൽ നീ സിംഹാസനമേ ഏറി ദുഷ്ടരെ വേറാക്കും നേരം സന്തുഷ്ടന്മാരായി അവർ നിൻ വലമായി നിൽക്കേണം. മൊറിയോറാഹിം അലൈനു ആധാരേ. നാം ദൈവസുതന്മാരാവാൻ പുത്രൻ ദൈവം മൊറിയോറാഹിം അലൈനു ആധാരേ. ആചാര്യേശ ശ്രേഷ്ഠാചാര്യൻ ഏകുക പുണ്യം നാഥാസ്തോത്രം. തോമാ പണിക്കരുടെയും അന്നമ്മയുടെയും പുത്രനായി 1882 സെപ്റ്റംബർ 21 തീയതി പൂജാതനായി. ഒരു കാലഘട്ടത്തിന്റെ ഇതിഹാസ പുരുഷനായിരുന്ന ധീരനായ കർമ്മയോഗിയായിരുന്നു അഭിവന്യ തിരുമേനി. അശാന്തിയുടെ കാർമേഘങ്ങൾ ഉരുണ്ടുകൂടിയ മലങ്കരയിൽ ശാന്തിയുടെ നീലിമ പരത്തി സമാധാനത്തിന്റെ പുതിയ വെളിച്ചവുമായി കടന്നുവന്ന ഈ താപസവര്യൻ 1930 ഓഗസ്റ്റ് 20 റാന്നി പെരുന്നാട്ടിലെ കുരിശുമലയിൽ നിന്ന് തീർത്ഥാടനം ആരംഭിച്ചു. സെപ്റ്റംബർ 20 പുനരേക്കുമെന്ന ചിരകാലാഭിലാഷം സാക്ഷാത്കരിച്ചു. 23 വർഷത്തെ സഭാഭരണത്തിന് ശേഷം 1953 ജൂലൈ 15 തീയതി ആ കർമ്മയോഗി കാലം ചെയ്തു. പ്രാർത്ഥനയും പരിത്യാഗ പ്രവൃത്തികളും വഴി ജീവിതം ധന്യമാക്കിയ ആ കർമ്മയോഗിയുടെ സവിധത്തിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. പുണ്യവാനായ പിതാവിന്റെ മാധ്യസ്ഥം യാചിച്ച് കടന്നുവരുന്ന അനേകായിരങ്ങളോടൊത്ത് പ്രാർത്ഥനാപൂക്കളുമായി നമുക്കും ഒന്നുചേരാം. വിശ്വാസത്തിന്റെ ദീപം ഉയർത്തുന്നതിന്റെ പ്രതീകമായി നമ്മുടെ കൈകളിലിരിക്കുന്ന മെഴുകുതിരികൾ സ്വർഗത്തിലേക്ക് ഉയർത്തി പ്രത്യേകമായി പ്രാർത്ഥിക്കണം എന്ന് ഓർമ്മിപ്പിക്കുന്നു. പുണ്യവാനെ മധ്യസ്ഥം തേടും മക്കൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചിടണമേ. വാഴ്ക വാഴ്ക മാറിവാനിയോ വാഴ്ക വാഴ്ക ഇപ്പോൾ അഭിയന്യ പിതാക്കന്മാരുടെ അപ്പോസ്തോലിക ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. പ്രാർത്ഥിച്ചാലും വന്യപിതാവേ, നിൻ പ്രാർത്ഥനകൾ കർത്താവ് കേട്ട് ഞങ്ങൾക്ക് പുണ്യം അരുളട്ടെ. ആശിസേറും തൃക്കൈ നീട്ടി ഞങ്ങളെ വാഴ്ത്തിയിടണമേ എന്നുള്ള പ്രാർത്ഥന ഇപ്പോൾ സ്ലൂസോക് ആമാൻ എന്ന പ്രാർത്ഥനയോട് ചേർന്ന് ആശീർവാദം നമുക്ക് സ്വീകരിക്കാം.
ഞങ്ങളെയും വിശ്വാസികളായ നിങ്ങളുടെ മരിച്ചുപോയവരെയും ആശ്വസിപ്പിച്ച് പുണ്യപ്പെടുത്തുമാറാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായുള്ളവേ, ബലഹീനവും കുറവുകളുള്ളതുമായ ഞങ്ങളുടെ പ്രാർത്ഥനകൾ നിന്റെ ഉയരപ്പെട്ട സിംഹാസനത്തിന് മുൻപാകെ കേൾക്കപ്പെട്ടവയും അംഗീകരിക്കപ്പെട്ടവയുമാക്കി തീർക്കണം. ഹോശോ വബുകുലസ്വാൻ ലൗൽ മീൻ. ദൈവം അനുഗ്രഹിക്കട്ടെ.